കുത്തി കുത്തി ഒരുവിധമൊക്കെ ആവും. അപ്പോൾ എന്ത് ചെയ്യും, മുളച്ച് വരുന്നതിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് വേറെ കുത്തും. അങ്ങനെ പല അളവിലാണ് എൻ്റെ പച്ചക്കറി പ്രാവശ്യം വന്നിട്ടുള്ളത്. അതായത് പയർ കുറേ മുളച്ചു, അതായത് കുറേ ഒരാഴ്ച മുന്നോട്ടും വളർച്ചയിലുണ്ട്, ഒരു ആഴ്ച പിന്നോട്ടുള്ളുണ്ട്. ഈ കയ്പയ്ക്കൊക്കെ ഫസ്റ്റ് ഞാൻ ഒരു 14 ദിവസം കുത്തിയിട്ട് പോയതാണ്. ആദ്യം വിത്ത് കുത്തി 14 ദിവസം 8 ദിവസം 9 ദിവസം വേണം കയ്പയ്ക്ക് മുളയ്ക്കണമെങ്കിൽ. അപ്പോൾ ഈ പയർ ഒരു തടത്തിൽ കംപ്ലീറ്റ്, ഒരു സൈഡ് കംപ്ലീറ്റ് പയറും ഒരു സൈഡ് കംപ്ലീറ്റും പാവലാണ് കുത്തിയിട്ടത്. അപ്പോൾ പാവൽ കുത്തിയിട്ട് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഈ പയർ കംപ്ലീറ്റ് മുളച്ചു. പയർ മുളയ്ക്ക് ഒരു 3 ദിവസം 4 ദിവസം, ഇവിടെ നിന്ന് 5 ദിവസം മതി. 3 ദിവസം കൊണ്ട് തന്നെ പയർ മുളച്ച് കൊണ്ടു. പക്ഷെ പാവൽ മുളയ്ക്കണമെങ്കിൽ ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം കഷ്ടി വേണം. അപ്പോൾ പയർ മുളച്ച് മതി. അപ്പോൾ പാവൽ ഒരു 7 ദിവസം കഴിയുമെന്ന് വെയിറ്റ് ചെയ്ത് 7 ദിവസം കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞിട്ടും 12 ദിവസം വരെ നോക്കി പാവൽ മുളക്കില്ല. നോക്കിയപ്പോൾ വിത്ത് ഒരു മോശം വിത്ത് ആയതുകൊണ്ട് ആ സമയത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ വെള്ളം കിട്ടിയതൊന്നും അറിയില്ല. പാവലങ്ങനെ മുളച്ചില്ല. മുളച്ച മുന്തി പയറൊക്കെ മുളക്കി പോന്നു. അങ്ങനെ 14 ദിവസം കൂടെ പോയി. അതുകൊണ്ട് രണ്ടാമത് വീണ്ടും ഞാൻ കയ്പയ്ക്ക കൊണ്ട് കുത്തി. പിന്നെ ട്രയൽ മുളപ്പിച്ചിട്ട് കൊടുന്ന് കുഴിച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും പാവൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനൊരു കഷ്ടി ഒരു 10-20 ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് പയറൊക്കെ ഇപ്പോൾ പൊട്ടിക്കാറെന്നില്ല, പയറൊക്കെ പോയിട്ട് കന്നില്ലമിക്കായി ഒക്കെയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത്. അതുമാതിരി തന്നെ കുക്കുംബറിൻ്റെ കേസ് പിന്നെ അവിടെ ഈ കുക്കുംബറൊക്കെ അത്യാവശ്യം ആയി വരുന്നുണ്ട്. കുക്കുംബറൊക്കെ പൊട്ടിച്ചു. 3, 4, 5 പ്രാവശ്യം കുക്കുംബർ ഞാൻ പൊട്ടിച്ചു കൊടുത്തു. വെണ്ടക്കായ 4-5 പ്രാവശ്യം വെണ്ടക്കായും പൊട്ടിച്ചു. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ജൈവവളമാണ് മെയിനായിട്ട് ഇട്ടത്. പിന്നെ പൊടീശ രാസവളം കുറച്ച് ചേർത്തുള്ളൂ, കുറച്ച് രാസവളം, പിന്നെ ചാണകപ്പൊടി, വേപ്പ് പിണ്ണാക്ക്, എല്ലും പൊടി അത് ചേർത്ത് ഫസ്റ്റൊക്കെ സ്റ്റാർട്ടിങ് കിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാണം, അതേമാതിരി ചാണകത്തിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടി വേപ്പുണ്ടാകും കൂടി മിക്സ് ചെയ്തിട്ട് അത് നന്നായി തെളിയുമ്പോൾ അതിൽ വെള്ളത്തിൽ കൂടുതൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ഒരുവിധം കൃഷിക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. വലിയ കൃഷിക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെറിയ വീട്ടിലൊക്കെ ആവശ്യത്തിനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ള വേസ്റ്റൊക്കെ എടുത്തിട്ട് ഇടാണ് ചെയ്യാറ്.